ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ലോഗ് ഗൈസ്. എല്ലാവർക്കും വീണ്ടും എന്റെ മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് സെഷൻ വിത്ത് കർണാടക രഞ്ജി ട്രോഫി ടീമാണ്. അതാണ് ഗൈസ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് അജ്മലിനെ പിക്ക് ചെയ്തിട്ട് പോകാം ഗൈസ്. മംഗലൂരത്ത് സ്റ്റേഡിയത്തിൽ പോയാൽ നമ്മൾ അജ്മൽ നമ്മളോട് എത്തിയിട്ടുണ്ട്. അജ്മലെ എല്ലാവർക്കും ആയി വരും, കുറേ നാളായില്ലേ? എങ്ങനെയാ സ്റ്റേഡിയത്തിൽ മംഗലൂരത്ത് പോകുന്നത്? അപ്പൊ ഗൈസ് നമ്മൾ മംഗലൂരത്ത് എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മംഗലപുരം സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് KCയുടെ സ്വന്തം മംഗലപുരം ഗ്രൗണ്ട്. നിങ്ങൾ മിക്കവരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം, ഞാൻ എന്നാലും നിങ്ങളെ കാണിക്കാം. ഇതാണ് ഫ്രണ്ട് വ്യൂ ഗൈസ്. ഇതാണ് അതിമനോഹരമായ മംഗലപുരം സ്റ്റേഡിയം. നിങ്ങൾക്കറിയാം, നമ്മളെ കർണാടക ടീമിനെ അറിയാൻ വേണ്ടി വന്ന പയ്യന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് അതിമനോഹരമായ ഗ്രൗണ്ട് വ്യൂ ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും കമൻറ്റ് ഇടുക ഈ വ്യൂ എങ്ങനെയുണ്ടെന്ന്. ഗൈസ് ഇതാണ് അപ്പം സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള വ്യൂ. ഇവിടെ പ്ലേയേഴ്സിൻ്റെ കിറ്റ് ബാഗും ഒക്കെ വെക്കുന്ന സ്ഥലമാണ്. നമ്മൾ അറിയാവുന്ന പയ്യന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് അകത്ത് ഡ്രസ്സിംഗ് റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് അകത്തിരുന്ന ഗ്രൗണ്ടിലോട്ടുള്ള വ്യൂ ആണ് ഗൈസ്. ഞാൻ നിങ്ങളെ കാണിക്കാറ്. നോക്കൂ ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഗ്രൗണ്ട്? ഇത് നമ്മുടെ സ്വന്തം KCയുടെ മംഗലപുരം ഗ്രൗണ്ടാണ്. എല്ലാവർക്കും മിക്കവാറും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമൊക്കെ ആയിരിക്കും കൂടുതൽ പേർക്ക് അറിയാവുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം മംഗലപുരം ഗ്രൗണ്ട് KCയുടെ. ഞാൻ ഗ്രൗണ്ടിലൂടെയുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിക്കാം. നല്ല രസമല്ലേ ഗൈസ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ? ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വിക്കറ്റ്. 2 വിക്കറ്റാണ് ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് 2 പ്രാക്ടീസ് വിക്കറ്റ്. നമ്മൾ അജ്മലൊക്കെ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? ഗൈസ് അപ്പം അകത്തുനിന്ന് ഇറങ്ങി വന്ന പവലിയൻ്റെ വ്യൂ ആണ് ഞാൻ നിങ്ങൾ കാണുന്നത്. അത് ഗ്രൗണ്ടിൽ നിന്നുള്ള പവലിയനിലേക്കുള്ള വ്യൂ ആണ് ഗൈസ്. നോക്കൂ ഗൈസ്, അടിപൊളിയല്ലേ ഗൈസ് ഗ്രൗണ്ട്? നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം എന്താ ഏകദേശം കർണാടക ടീം എത്തിയിട്ടുണ്ട് ഗൈസ്. അതാ പ്ലേയേഴ്സ് എല്ലാം ഗ്രൗണ്ടിലേക്ക് കയറിയാണ് ഗൈസ്. നമ്മളെ സ്വന്തം മലയാളിയായ കരുൺ നായരാണ് ഗൈസ് അത് നടന്നു വരുന്നത്, കണ്ടോ? ബാക്കി പ്ലേയേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബാക്കി വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കാം. ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കർണാടക ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളിത് എവിടെ ഇരിക്കുകയാണ് ഗൈസ്. പയ്യന്മാരൊക്കെ ഇവിടെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് സെഷൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് പ്രൈവസി ഇഷ്യൂ കാരണം. അപ്പോൾ നമുക്ക് പയ്യന്മാരത്തൊക്കെ ചോദിക്കാം കർണാടക ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. കമോൺ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പയ്യന്മാരൊക്കെ പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് പയ്യന്മാരെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു സെഷനൊക്കെ. അവിടെ പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കർണാടക ടീമിൻ്റെ കൂടെ? അടുത്ത പയ്യൻ വ്ളോഗ് നമ്മൾ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളെ പയ്യൻ ഒളിച്ച് മാറിയിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ എങ്ങനെ ഉണ്ടായിരുന്നു കർണാടക ടീമിനോട് പ്രാക്ടീസ് സെഷൻ? കൊള്ളായിരുന്നു, നല്ല സെക്ഷൻ ആയിരുന്നു, നല്ലപോലെ അറിയാൻ പറ്റി. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഒത്തിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് എനർജിയൊക്കെ പോയി. പാടായിരുന്നു, കുറച്ച് നേരം കയറി. നല്ല സെഷൻ. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വ്ളോഗ്. ബാക്കി പയ്യന്മാരൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ നമ്മുടെ സ്വന്തം കരുൺചേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾക്ക് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. എന്തായാലും എൻഡിങ് വീഡിയോ എന്തായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് കാണും ഗൈസ്. ഇന്നത്തെ ഈ വീഡിയോ ഇതോടെ എൻഡ് ചെയ്യാണ് ഗൈസ്. പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മളെ പയ്യന്മാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. പയ്യന്മാരായോടാ. അപ്പോൾ ഗൈസ് ഇതോടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ് ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ നിൽക്കുക.